ചവറ സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷികാഘോഷം നടത്തി. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. ചികിത്സാ സഹായം, സ്കോളർഷിപ്പ് എന്നിവയും വിതരണം ചെയ്തു. ചവറ സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ 40ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉഴുതുമറിച്ച മണ്ണാണ് കേരളം. നവോത്ഥാന നായകരിലൂടെ, നവോത്ഥാന പ്രക്രിയയിലൂടെ ഉഴുതുമറിച്ച കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിക, അതിലൂടെ വളർന്നു വന്ന വായനശാല പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, അതിലൂടെ മതനിരപേക്ഷ ജനാധിപത്യ ബോധവും സാമൂഹ്യ വീക്ഷണവുമുള്ള ഒരു തലമുറ, സാർവത്രികമായ വിദ്യാഭ്യാസം ആർജിക്കാൻ കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള ഒരുപാട് പുരോഗതിയും വളർച്ചയും കൈവരിച്ച കേരളത്തിന്റെ മണ്ണിൽ പോലും നാം പുറകോട്ട് സഞ്ചരിക്കുന്നു എന്ന ആശങ്ക ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു സാമൂഹ്യമായ സാംസ്കാരികമായ നവോത്ഥാനത്തിലൂടെ കടന്നു വന്ന കാലഘട്ടം മാറി ഇന്ന് ദിനേന നമ്മൾ പത്രപംക്തികളിലൂടെ, ദൃശ്യമാധ്യമ സംപ്രേക്ഷണത്തിലൂടെയൊക്കെ കാണുന്ന സംഭവവികാസങ്ങൾ, ദൈനംദിന സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രാകൃതമായ കൊലപാതകങ്ങളും നിഷ്പ്രയാസം നിസ്സാരമായി ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുന്നു. മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള ഡ്രഗ്സിന്റെയും ഒക്കെ സ്വാധീന വലയത്തിൽ അകപ്പെടുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ ചാവാട്ടിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് മനേജുത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നടനും കാരിക്കേച്ചർ കലാകാരനുമായ ജയരാജ് വാര്യർ മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യ പ്രഭാഷണം നടത്തി. ആരോഗ്യ മേഖലയ്ക്കും സാംസ്കാരിക മേഖലയ്ക്കും ഒക്കെ തന്നെ ഗുണമേകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. ഈ വർഷം സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊരു നല്ല പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇന്ന് സെഞ്ചുറിയിൽ ട്രെയിനിങ് ഉണ്ട്, ഉച്ച കഴിഞ്ഞ ഒരു ലീവ് വേണം എന്നും പറയാം. അമൃത നിങ്ങളുടെ കൂടെ ട്രെയിൻ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുമ്പം എന്താണ് അവിടെ പരിപാടി? അത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ സെഞ്ചുറി ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നു. അതിന് അപ്പോൾ ശരിക്കും നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ കണക്ക് കുട്ടികൾ ഇവിടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അറിയോ? രാജ്യത്ത് അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത അനേകായിരങ്ങൾ, ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കളുള്ള രാജ്യം ഇന്ത്യയാണ്. 1, 2, 3 എടുത്താൽ അതിനകത്തൊരെണ്ണം ഇന്ത്യയാണ്. എന്നാൽ എംപ്ലോയീസ്, അതായത് നിക്ഷേപകർ വരുമ്പോൾ, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് എന്നറിയാം, നൈപുണ്യം ലഭിച്ചിട്ടുള്ള, അവർക്ക് വേണ്ട സ്കിൽ ഉള്ള വ്യക്തികളെ കിട്ടാൻ ഏറ്റവും ദൗർലഭ്യമുള്ള രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. അതിലും 1, 2, 3 ഇന്ത്യ വിടും. അപ്പം നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഗുണപരമായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റിന് പറ്റുന്ന രീതിയിലുള്ള, ജോലി ലഭ്യമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല പലപ്പോഴും പഠിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നൈപുണ്യം ലഭിക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത് വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ പഠന സഹായം വിതരണം ചെയ്തു. ചികിത്സാ സഹായം, സ്കോളർഷിപ്പ് എന്നിവയുടെ വിതരണവും നടത്തി. സോമൻ നായർ, ശോഭകുമാർ, രാജൻ പിള്ള, ഉണ്ണികൃഷ്ണപിള്ള, ജിതീഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.